മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അയ്യങ്കാളി സ്മാരക പട്ടികജാതി വനിതാ വിപണന കേന്ദ്രത്തിലെ കടമുറി നിലവിലെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. മുൻ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റും CPI പ്രതിനിധിയുമായിരുന്ന നിഷ സുരേഷും ബിന്ദു ദേവസിയുമാണ് കടമുറി വാടകയ്ക്കെടുത്തിരുന്നത്. നഷ്ടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കടമുറിയുടെ വാടകയ്ക്ക് കുടിശ്ശിക വരുത്തിയവരെ ഒഴിവാക്കണമെന്ന തീരുമാനപ്രകാരമാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ ഭരണസമിതി കടമുറി ഒഴിയാൻ നോട്ടീസ് നൽകിയത്. പിന്നീട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തൃശൂരിൽ നടത്തിയ അദാലത്തിൽ കൈക്കൊണ്ട ഒത്തുതീർപ്പ് നിർദ്ദേശം LDF നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭരണപക്ഷം തള്ളുകയായിരുന്നു. ഭരണസമിതി തീരുമാനത്തിനെതിരെ 1 വർഷമായി ഗുണഭോക്താക്കൾ കോടതിയെ സമീപിച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ UDF ഭരണം വന്നതോടെ നിഷ സുരേഷും ബിന്ദു ദേവസിയും നൽകിയ കത്ത് പരിഗണിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ പുതിയ തീരുമാനം. ഞങ്ങളുടെ കടമുറിയുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കാനായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനമെടുത്തിരുന്നു. ഞങ്ങൾ ആ സമയത്തുണ്ടായ വകുപ്പ് തല മന്ത്രിയുടെ അദാലത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടും പുതുക്കി തരാനുള്ള തീരുമാനം കമ്മിറ്റി എടുത്തില്ല. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോൾ പുതിയ ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതി വന്നപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു അപേക്ഷ നൽകുകയും അതിനനുകൂലമായി ഞങ്ങൾക്ക് വീണ്ടും കട നടത്താനുള്ള അനുവാദം തന്നുകൊണ്ട് പുതുക്കി തന്നുകൊണ്ട് തീരുമാനം അവരെടുത്തു. അതിന് വളരെയേറെ സന്തോഷമുണ്ട്. കുടിശ്ശിക വരാനുള്ള കാരണങ്ങളൊക്കെ സവിസ്തരം പറഞ്ഞുകൊണ്ട് തന്നെ കത്ത് കൊടുത്തിരുന്നു. SC വനിതകളുടെ റൂമാണ്, അതിന് ആനുപാതികമായൊരു വാടകയല്ല നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കുടിശ്ശിക വന്നതും അടയ്ക്കാൻ ബുദ്ധിമുട്ട് വന്നതും. അതെല്ലാം വിസ്തരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ കത്ത് കൊടുത്തിട്ടും അതൊന്നും ഉപവിലക്കെടുക്കാതെയാണ് ഞങ്ങൾ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശമുണ്ടായത്. അതിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോവുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തു. പുതിയ ഭരണസമിതി വന്നപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്തു തന്നത് വളരെ സന്തോഷം. നിലവിലെ കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിനും കോടതി വ്യവഹാരം പിൻവലിക്കുന്ന മുറയ്ക്ക് മുൻ ഗുണഭോക്താക്കൾക്ക് തന്നെ കരാർ പുതുക്കി നൽകുന്നതിനുമാണ് തീരുമാനമായത്. സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന നിലപാടിന്റെ ഭാഗമായാണ് നടപടി സ്വീകരിച്ചതെന്നും ആരെയും അവഗണിക്കില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്ന നിഷ സുരേഷ് എന്ന് പറയുന്ന ആളുടെ പേരിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ റൂം കൊടുത്തിരുന്നു. ആ റൂം ഒരു മുൻധാരണയുമില്ലാതെ ഒരു ദയവില്ലാതെ അവരെ പുറത്താക്കാൻ ആ ഭരണസമിതി തീരുമാനിച്ചു. പക്ഷേ അന്ന് UDF അംഗങ്ങൾ ആ തീരുമാനത്തെ എതിർക്കുകയും അതിനുള്ള വിയോജനക്കുറിപ്പ് അന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ പ്രതിപക്ഷമായ കോൺഗ്രസ് ഭരണത്തിൽ വന്നപ്പോൾ ആദ്യമായി എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് ഇവരുടെ പേരിലുള്ള കേസ് അവസാനിപ്പിക്കാനും അവർക്ക് ആ മുറികൾ തിരിച്ചു കൊടുക്കാനും ഉള്ള തീരുമാനമാണ് UDF ഭരണസമിതി എടുത്തിട്ടുള്ളത്. SC വിഭാഗത്തിന് വേണ്ടി മാത്രം സംവരണം ചെയ്തിട്ടുള്ള മുറികളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുൻപിൽ ഉള്ളത്. ആ മുറികളിൽ വാടകയ്ക്ക് ബിസിനസ് നടത്തുന്ന കച്ചവടം നടത്തുന്ന ആളുകളെയാണ് ഒരു കരുണയുമില്ലാതെ പുറത്താക്കാൻ LDF ഭരണസമിതി തീരുമാനിച്ചത്. പക്ഷേ അതിനുശേഷം ഈ കടക്കാരായിട്ടുള്ള ആളുകൾ മന്ത്രി രാജേഷിനും നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു. മന്ത്രി രാജേഷ് ഈ ഇത് പിൻവലിക്കണം എന്ന് ഭരണസമിതിക്ക് കത്ത് കൊടുത്തു. പക്ഷേ മന്ത്രി രാജേഷ് പറഞ്ഞ കാര്യം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പട്ടികജാതിക്കാരായിട്ടുള്ള ഈ സ്ത്രീകളുടെ മുറികളിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമവുമായി ആ തീരുമാനവുമായി LDFൻ്റെ ഭരണസമിതി മുന്നോട്ട് പോയി. അതിന് മറുപടിയായിട്ടാണ് പാവപ്പെട്ട പട്ടികജാതിക്കാരായിട്ടുള്ള വനിതകൾ നടത്തുന്ന ഈ കടകൾ കച്ചവട സ്ഥാപനങ്ങൾ തിരിച്ചു കൊടുക്കാൻ UDF ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്.